ഇന്ന് മഹാനവമി നമുക്ക് രാവിലെ പിള്ളേർക്ക് കുറച്ച് കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ എപ്പോഴും നടത്താറുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറി വൈസിൽ. അപ്പോൾ അതിന് 2 പിള്ളേരുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേർക്ക് പെയിൻറ്റിങ് കോമ്പറ്റീഷനും വലിയ പിള്ളേർക്ക് ഈ കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേസ്റ്റിൽ നിന്ന് നമ്മൾ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആസ് യൂഷ്വൽ എൻ്റെ മോള് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ പെയിൻറ്റിങ് കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ക്രാഫ്റ്റിനുള്ളത് ഞാൻ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് കൊടുത്തു. ഈ ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ആ പരിപാടി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ മഹാനവമിക്കും അഷ്ടമിക്കും ആണ് രാവിലെ പൂജയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂജ. അപ്പോൾ ആ ഒരു പൂജ സൈഡിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ പിള്ളേരുടെ കോമ്പറ്റീഷൻ പരിപാടികളും. അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടേക്കുന്ന ഔട്ട്ഫിറ്റ് അതാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വർക്കൊക്കെ ഉള്ള ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത്. എനിക്ക് സ്ലീവ്ലെസ് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നത്. പക്ഷേ മമ്മിയുടെ ഒറ്റ നിർബന്ധം കൊണ്ട് ഇടുകയും ചെയ്തു. അതിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പുറേ നമ്മുടെ പിള്ളേരെ കോമ്പറ്റീഷൻസ് നടക്കുകയാണ്. വേറെ സൈഡിൽ വലിയവരുടെ വേറെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ അവിടെ പൂജ നടക്കുമ്പോൾ സൈഡിൽ ദൈവത്തിന് നേദിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്ത് എൻ്റെ മോളെടുത്ത് കഴിക്കാൻ തുടങ്ങി. കാരണം ഓൾമോസ്റ്റ് നമ്മൾ ലഞ്ച് കഴിക്കുന്ന ടൈമായി. പിന്നെ അതിൽ നിന്ന് ഞാനൊരു ലഡ്ഡും എടുത്ത് കഴിച്ചു കേട്ടോ. എനിക്ക് വിശന്നിട്ട് വയറ് കത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇതാണ് വലിയവരുടെ അന്താക്ഷരി കോമ്പറ്റീഷൻസ് നടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പൂജ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ലഞ്ചും അവർ തന്നു. ലഞ്ച് പുലാവും പനീർ ബട്ടർ മസാല ഇതൊക്കെയായിരുന്നു. വൈകിട്ട് നമ്മൾ ആസ് യൂഷ്വൽ കൾച്ചർ പ്രോഗ്രാം ആയിരുന്നു. ഇന്നത്തെ വൈകിട്ട് തീം എന്തായിരുന്നു വെച്ചാൽ ശ്രീദേവിയും ഋഷി കപൂറിൻ്റെയും പാട്ടിൻ്റെ ഓരോ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോരോ ടൈപ്പ് പാട്ടുകളൊക്കെയാണ് ചൂസ് ചെയ്തത്. എൻ്റെ മോള് ശ്രീദേവിയുടെ ഒരു ജസ്റ്റ് മ്യൂസിക് മാത്രമായിട്ടുള്ളൊരു പാട്ടാണ് ചൂസ് ചെയ്തത്. അവൾ ഈ ഒരു ഡാൻസ് അവൾ ഒറ്റക്ക് എൻ്റെയോ ആരുടെയോ ഒരു സഹായം ഇല്ലാണ്ട് ഒറ്റക്ക് അവൾ പഠിച്ചെടുത്താ കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൾ ഇത് ഇത്രയും സൂപ്പറായിട്ട് കളിക്കുന്ന. ആരുടെ ഒരു ഹെൽപ്പും ഇല്ലാണ്ട് ഡാൻസ് കളിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് എൻ്റെ മമ്മിയുടെയും എൻ്റെയും ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. മോരിണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ശ്രീദേവിയുടെ. അതിൻ്റെ ക്ലാസിക്കൽ വേർഷൻ മമ്മി കളിച്ചു. അതിൻ്റെ റീമിക് വേർഷൻ ഞാൻ കളിച്ചത്. എനിക്ക് ക്ലാസിക്കലിനെക്കാളും കുറച്ചും കൂടി ഇഷ്ടം റീമിക് ഡാൻസസ് പെർഫോം ചെയ്യണേ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഡാൻസ് പെർഫോം ചെയ്യുന്നത്. പണ്ടൊക്കെ എൻ്റെ ഒരു പെർഫോം വെച്ചിട്ടാണ് എപ്പോഴും ഡാൻസ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവാറുള്ളത്. ഇത് ഒരു 10 വർഷത്തെ ഗ്യാപ്പിന് ശേഷം എൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കപ്പിൾ ഡാൻസ് ആയിരുന്നു. ഭയങ്കര സ്വീറ്റായിരുന്നു. ഏക് മേ ഓർ ഏക് തും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടായിരുന്നു. പിന്നെ ഈ 2 സിസ്റ്റേഴ്സിൻ്റെ നല്ലൊരു ഇതാ പറയുക. ഞാൻ നല്ലൊരു എടുത്തെടുത്ത് പറയണത് എന്തിനാണെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ അവർ ക്ലാസ് എല്ലാം കഴിഞ്ഞൊക്കെ പ്രാക്ടീസ് ചെയ്യണ ഒരു ഡാൻസ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ ഡാൻസ് പെർഫോമൻസ് കാണാൻ വീട്ടിൽ നിന്ന് അനിയനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ പൈദോശയിൽ പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ടത്തെ ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് പൈദോശയിൽ നമുക്ക് വെറൈറ്റി ദോശയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ഞാൻ പനീർ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തത്. മോള് ചോക്ലേറ്റ് ദോശ, പിന്നെ ചീസ് ദോശ, അങ്ങനെ പല പല വെറൈറ്റി ഓഫ് ദോശാസ് ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഇതെല്ലാം ട്രൈ ചെയ്തപ്പോഴത്തേക്കും പിന്നെ അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്തു. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാട്ടോ. അങ്ങനെ മഹാനവമി കഴിഞ്ഞു. നാളെ വിജയദശമിയാണ്. അതോടെ നവരാത്രി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം കേട്ടോ. ബൈ.